അതേടോ, കാവലാള് തന്നെയാണ് മമ്മൂക്ക. മലയാള സിനിമയുടെ കളങ്കാവൽ. ഇന്ന് കളങ്കാവൽ ആട്ടം കണ്ടു വന്നിരിക്കുകയാണ് ഞാൻ. മമ്മൂക്ക എന്ന് പറയുന്ന ആ ഇതിഹാസത്തിന്റെ കളങ്കാവലാട്ടം എന്നാ പടമാ നോക്കിയേ. ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക വില്ലനാണ്. മമ്മൂക്ക തന്നെ പറഞ്ഞു, ഞാൻ വില്ലനാണ്. ആരാണ് നായകൻ? വിനായകൻ തന്നെ. കളങ്കാവൽ എന്ന സിനിമയുടെ പ്രൊമോഷൻ വേദിയിൽ മമ്മൂക്ക പറഞ്ഞ വാക്കുണ്ട്, അതാദ്യം കേൾപ്പിക്കാം. സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുക എന്നുള്ളത്. അത് മമ്മൂക്കയുടെ നാട്ടിൽ നിന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടതല്ല, അല്ലെങ്കിൽ തട്ടിവിട്ടതല്ല, യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. കളങ്കാവൽ എന്ന സിനിമയിൽ വിനായകന്റെ അഭിനയം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും നാളും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഭാവമാറ്റങ്ങൾ, ഒരു ഭാവ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു റിയൽ പോലീസ് ഓഫീസർ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യും? നമ്മൾ വിചാരിക്കും എല്ലാ പോലീസുകാരും ആളുകളെ ഇടിച്ച് പരത്തി മീശം പിരിച്ച് ബഹളം വെച്ച് തെറിയും വിളിച്ച് നടക്കുന്നവരാണെന്ന്. അല്ല, ചില പോലീസ് ഓഫീസർമാരെ ഒക്കെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് വിനായകന്റെ ആ ഒരു ക്യാരക്ടർ. പിന്നെ വില്ലൻ മമ്മൂക്ക, അത് പറയേണ്ട വിഷയമില്ലല്ലോ. മമ്മൂക്ക അങ്ങ് ഇറങ്ങി പൂണ്ട് വിളയാടി എന്ന് പറയേണ്ടി വരും. ഓരോ സീനിലും മമ്മൂക്കയിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറയണം. ഈ സിനിമയുടെ എഴുത്തും അതേപോലെ തന്നെ സംവിധാനവും ചെയ്തിട്ടുള്ളത് നമ്മുടെ ജിതിൻ കെ ജോസ് ആണ്. അതേപോലെ തന്നെ ജിഷ്ണു ശ്രീകുമാറിന്റെ കൂടെ ഇതിന്റെ തിരക്കഥയിലും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മമ്മൂക്ക വിനായകൻ തന്നെയാണല്ലോ ഇതിന് മെയിൻ ക്യാരക്ടർ. സിനിമാറ്റോഗ്രാഫി ഫൈസൽ അലി. സിനിമാറ്റോഗ്രാഫി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരിക്കലും വെറുപ്പിക്കാത്ത രീതിയിലുള്ള ഷോട്ടുകൾ സിനിമാറ്റോഗ്രാഫിയിൽ കൃത്യമായി വന്നിട്ടുണ്ട്. അതേപോലെ എഡിറ്റ് പ്രവീൺ പ്രഭാകറിന്റെ എഡിറ്റിംഗും നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ത്രില്ലർ മൂവിയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ എഡിറ്റിംഗിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യങ്ങളുണ്ട്. അതേപോലെ ഇതിൽ ഉപയോഗിച്ച ഫോണ്ടുകൾ, അതേപോലെ കളർ ഗ്രേഡിങ്ങുകൾ, ഇതൊക്കെ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ഒരിക്കലും കളങ്കാവലിനെ നമുക്ക് മോശമാണെന്ന് പറയാൻ കഴിയില്ല. വളരെ മനോഹരമാക്കിയിട്ടാണ് ആള് അത് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ മുജീബ് മജീദിന്റെ ഒരു മ്യൂസിക് ഉണ്ട്. ഇളയരാജയുടെ പാട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് അടിക്കും, അതിന് കുറെ പൈസ ചെലവുണ്ട്. അതുകൊണ്ട് മുജീബെ, നീ ഈ ഒരു മ്യൂസിക് അങ്ങ് ചെയ്യടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൊരു തീം മ്യൂസിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാട്ട് ഇവിടെ ഇറങ്ങിയതാണ്, പക്ഷെ ആ പാട്ടിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് സിനിമ കണ്ടവർക്ക് മനസ്സിലാവുന്നുള്ളതാണ്. ആ ഒരു പാട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം എത്തുമ്പോൾ നമ്മൾ അങ്ങ് കോരിത്തരിക്കും എന്നുള്ളതാണ്. ശരിക്കും പറയട്ടെ, സിനിമ പൊളി, പൊപ്പൊളി എന്ന് പറയേണ്ടി വരും. ഒരിക്കലും ഒരു നെഗറ്റീവ് പറയാൻ ആരെ കൊണ്ടും കഴിയില്ല. സിനിമാ തിയേറ്റർ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഒരാൾ വെറുപ്പിക്കുന്നില്ല, ഒരാൾ ബഹളം വെക്കുന്നില്ല, ഒരു നിമിഷം പോലും കണ്ണിമ വെട്ടാതെയാണ് ആളുകൾ സിനിമാ തിയേറ്ററിൽ ഇരുന്നിരുന്നത് എന്നുള്ളതാണ്. അത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ആളുകൾ സിനിമ കണ്ടിരുന്നത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സയനൈഡ് മോഹനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാധനമാണ് ഇത് എന്നുള്ളത്. ഇനി അത് പറയേണ്ടതായിട്ടില്ല, കൃത്യമായി എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ പോലും സിനിമ എന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ അതിനൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാമല്ലോ. മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഇത് എന്ന് നിങ്ങൾ പറയാറായിട്ടില്ല, അത് കണ്ട് നിങ്ങൾ വിലയിരുത്തുക എന്നുള്ളത്. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതില് ആടി വിളയാടിയത്. കളങ്കാവൽ അങ്ങ് തിമിർത്തു എന്ന് പറയേണ്ടി വരും. ഇത് ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട മക്കളെ. പിന്നെ 30 പരം നടിമാരുണ്ട് എന്നല്ലേ പറയുന്നത്. അവരെ സെലക്ട് ചെയ്ത രീതി, കാസ്റ്റിംഗില് ഒരു തെറ്റ് പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരാളും ഓവറായിട്ട് ഒന്നും അഭിനയിച്ച് നശിപ്പിച്ചിട്ടില്ല. ഒരാളും അനാവശ്യമായിട്ടുള്ള ഒരു ആക്ഷനും ഇട്ടിട്ടില്ല. പെർഫെക്റ്റ് കാസ്റ്റിംഗും ആണ് എന്ന് പറയേണ്ടി വരും. പെർഫെക്റ്റ് കാസ്റ്റിംഗ്, പെർഫെക്റ്റ് സിനിമാറ്റോഗ്രാഫി, പെർഫെക്റ്റ് എഡിറ്റിംഗ്, പെർഫെക്റ്റ് ആക്ടർ, ദി കംപ്ലീറ്റ് ആക്ടർ നമ്മൾ ലാലേട്ടനെ വിളിക്കുമെങ്കിൽ ഇവിടെ മമ്മൂക്കയെ നമ്മൾ എന്ത് വിളിക്കേണ്ടി വരും? അതിന്റെ മുകളിൽ വിളിക്കേണ്ടി വരും. അത്രമാത്രം നമ്മളെ ശരിക്ക് കോരിത്തരിപ്പിക്കുന്ന ഒരു അഭിനയം തന്നെയാണ് മമ്മൂക്ക ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെച്ചത്. ഇതൊന്നും ഒരിക്കലും തിയേറ്ററിൽ നിന്ന് നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ സിനിമ കാണുമ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ വല്ല ചിപ്സും കുപ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചവച്ചരച്ച് തിന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കുക. പിന്നെ മൊബൈൽ ഫോണിൽ വരുന്ന മെസ്സേജുകൾ നോക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം.
ഒരുപാട് ആളുകൾ കോൾ വരുമ്പോൾ പോക്കറ്റിൽ തന്നെ ഞെക്കി അത് ഓഫാക്കി ഇരുന്ന് കാണുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടു എന്നുള്ളതാണ്. അത്രമാത്രം മനോഹരമായിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിന്റെ സ്ക്രീൻ പ്ലേ എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണെന്നുള്ളതാണ്. ഇതിന് നെഗറ്റീവ് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, മമ്മൂക്കയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് അതിന്റെ എല്ലാ വശങ്ങളും പറയേണ്ടി വരും. ഇതിന് നെഗറ്റീവായിട്ട് ഞാൻ ഒന്നും കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നെഗറ്റീവായി എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ സിനിമയുടെ ഏറ്റവും അവസാനം എഴുതി കാണിക്കുമല്ലോ, ഈ എഴുതി കാണിക്കുന്ന സമയത്ത് എന്തിനാണ് നമുക്ക് ടിസ്റ്റ് ഉണ്ടോ ടിസ്റ്റ് ഇല്ലേ എന്ന് ഡൗട്ട് അടിപ്പിച്ചിട്ട് സിനിമ എഴുതി മുഴുവൻ കഴിയുന്ന വരെ അവിടെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തുന്നത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എല്ലാ സിനിമയ്ക്കും ഇപ്പൊ അങ്ങനെ പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ 2 മണിക്കൂറും 25 മിനിറ്റും ആണ് ഈ സിനിമ തിയേറ്ററിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒരു സംഭവം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. വിനായകനെ എടുത്ത് പറയണം. വിനായകന്റെ കൂടെ അഭിനയിച്ച ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സൈനഡ് മോഹനന്റെ റിയൽ ഇൻസിഡന്റ് എനിക്ക് അറിയാവുന്നത് കൊണ്ടും ഞാനത് വീഡിയോയിലൂടെ പലപ്പോഴും അതിന്റെ കഥ പറഞ്ഞത് കൊണ്ടും എനിക്ക് ചില കാര്യങ്ങളൊക്കെ വ്യക്തത ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ കൃത്യമായിട്ട് സിനിമയിലും കൊണ്ടുവന്നിട്ടുണ്ട്, ചില കാര്യങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതാണ് മമ്മൂക്ക പറഞ്ഞത്, ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. ഇത് തിയേറ്ററിൽ കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.